കണ്ടൊരു ന്യൂസാണ്. ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറും ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇതിൻ്റെ കുറേ യാഥാർത്ഥ്യങ്ങളും പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അമിതവണ്ണത്തിനെ കുറിച്ചുള്ള ഒരു പരിപാടിയിൽ നമ്മുടെ മോഹൻലാലിൻ്റെ പേരും അതുപോലെ തന്നെ ആനന്ദ് മഹേന്ദ്രേൻ്റെ പേരും അങ്ങനെ ഒരു 10ഓളം വരുന്ന ആൾക്കാരുടെ പേര് അമിതവണ്ണമുള്ളവരാണെന്ന് വിമർശിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് അമിതവണ്ണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അമിതവണ്ണമുള്ളവരെ നമ്മൾ ആദ്യം കാണുമ്പോൾ കാണുന്നത് അവരുടെ വയറാണ്. ആണുങ്ങൾക്കാണെങ്കിൽ വയറും ലേഡീസിനാണെങ്കിൽ ലോവർ ബോഡിയിലുമാണ് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതൽ. അങ്ങനെയാണ് ഈ വണ്ണമുള്ള ആൾക്കാരെന്ന് നമ്മൾ വിലയിരുത്തുന്നത് അവരെ. അപ്പോൾ മോഹൻലാൽ എന്നുള്ളൊരു വ്യക്തി വണ്ണമുള്ളൊരു വ്യക്തി തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. നമ്മളെല്ലാവരും കണ്ണുപൊട്ടന്മാരൊന്നുമില്ല. പക്ഷേ അദ്ദേഹം സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്ത് അദ്ദേഹം ഇത്തിരി ഫിറ്റാണ്. അദ്ദേഹത്തിൻ്റെ വയറ് പോലും നല്ല കോർ സ്ട്രെങ്ത് ഉള്ളൊരു വയറാണ്. അത് നമുക്ക് ഫിറ്റ്നസ്സിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അത്യാവശ്യം അദ്ദേഹം ഫിസിക്കലി ഫിറ്റുമാണ്. നമ്മൾ ഡാൻസ് മൂവ്മെൻറ്റ്സും അവർ പല ആക്ടിവിറ്റി ചെയ്യുന്നതും കണ്ടാൽ നമുക്ക് മനസ്സിലാവും പുള്ളി ഫിസിക്കലി ഫിറ്റാണ്. പക്ഷേ വണ്ണം ഒരു ഘടകം തന്നെയാണ്. വണ്ണം കുറച്ച് കഴിഞ്ഞാൽ പുള്ളി കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മൾ പഴയ കാലത്തെ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്, എന്ത് ഭംഗിയാണ് കാണാൻ പുള്ളി അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സും റോളും എല്ലാം. പക്ഷേ ഇപ്പോൾ പുള്ളീൻ്റെ പ്രായത്തിൻ്റെ ഇതൊക്കെ കൊണ്ടാകാം, പിന്നെ കർശനമായുള്ള ഡയറ്റൊന്നും കാണില്ല, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇത്രയും വണ്ണം വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മമ്മൂട്ടി ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇത്രയും വയസ്സായിട്ടും ചെറുപ്പക്കാരനെ പോലെ നല്ലൊരു ഡയറ്റ് നോക്കി ഇന്നത്തെ കാലവും പോകുന്ന പുള്ളീനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ അമിതവണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടവേറുള്ള ആൾക്കാരുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അരി ഭക്ഷണമാണ്. അരി ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കാർബോഹൈഡ്രേറ്റ്, അന്നജം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ടാണ് കേരളത്തിലുള്ളവർക്ക് ഇത്രയും വലിയ വയറും പൊണ്ണത്തടിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കൾച്ചറലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഫുഡാണ് ഈ അരി എന്ന് പറയുന്നത്. അത് ഇനി വരുന്ന ജനറേഷനിൽ മാറ്റമുണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഭാവിയിൽ പോസിബിൾ ആകുമെന്ന് നമ്മൾ നോക്കി കണ്ട് തന്നെ അറിയണം. കാരണം ജങ്ക് ഫുഡ്സിൻ്റെയും മാലിന്യം അടങ്ങിയ ഫുഡ്സിൻ്റെയും അളവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇതിനെയൊക്കെ കുറിച്ച് വിമർശിച്ചപ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയെ മൊത്തം ഭരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് ഇവിടെ എന്തൊക്കെ ആൾക്കാർ കഴിക്കണം, എന്തൊക്കെ നിയന്ത്രിക്കണം എന്നുള്ളത്. പുള്ളി പറയാൻ അതിനുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം. ഈ വിഷവസ്തു, കെമിക്കൽ എന്നിവയുള്ള ഭക്ഷണങ്ങൾ ഈ ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള രാജ്യത്തെക്കാളും കൂടുതലാണ് നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ്. അപ്പോൾ അതിലൊക്കെ ഒരു ക്രമീകരണം വരുത്താനും കൂടി നമ്മുടെ പ്രധാനമന്ത്രി ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ വിമർശിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. കാരണം എല്ലാവരും അവരവർ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യണം. മോഹൻലാലിന് ഇനിയിപ്പോൾ ഒന്നും കിട്ടാനൊന്നുമില്ല. അദ്ദേഹം ഫിസിക്കലി ഫിറ്റാണ്. അദ്ദേഹത്തിന് വേറെ അസുഖമൊന്നും എന്തായാലും വരാൻ പോകുന്നില്ല. അദ്ദേഹം വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് അദ്ദേഹത്തിന് സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ വണ്ണം കുറയ്ക്കാം. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, ആ വ്യക്തിൻ്റെ തീരുമാനമാണ്. അല്ലാതെ അതിനെ കളിയാക്കാനോ ബോഡി ഷേമിങ് ചെയ്യാനോ ഒന്നും ആർക്കും അധികാരമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്. പിന്നെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ജിമ്മിൽ പോയി നല്ലൊരു ട്രെയിനറിനെ കണ്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞത് വളരെയധികം നല്ല കാര്യമാണ്, ഒരിക്കലും മോശപ്പെട്ടൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ ആരെയും എടുത്ത് ചൂണ്ടി പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു.